ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസ്സ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നിട്ട് വന്നാൽ മതി, ഒരുപാട് അങ്ങ് മുരിഞ്ഞിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വാടിയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചതുരത്തിൽ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കുക. ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ നാരങ്ങൻ്റെ പകുതി ഫുള്ളായിട്ട് അങ്ങ് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഇനി എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് വരണം. ആ ഒരു സമയം വരെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നാൽ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചിക്കൻ ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിൽ തന്നെ ഇത് നല്ല പോലെ തന്നെ കുക്കായിട്ട് വന്നോളും. ഈ ഒരു രീതിയിൽ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. മുളക് ചതച്ചതുണ്ടല്ലോ, അതാണ് ചേർത്തുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി, ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. നിറച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. എല്ലതും മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാളിൻ്റെ പകുതിയും ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലതും സ്ക്വയറായിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ മാത്രം മതി. ഇത്രയും മതി. വെജിറ്റബിൾസൊക്കെ ചെറിയ രീതിയിലൊന്ന് വാടിയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് കുക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ വന്നാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു കോട്ടിങ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ മുട്ടയാണെങ്കിൽ 1 എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നോർമലായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കാം. ഒന്നും കൂടി ടേസ്റ്റ് പാലെടുക്കുമ്പോഴാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു സ്നാക്സിലേക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ 2 ബ്രെഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ബ്രെഡ് എടുക്കുക. ഇനി ഒരു ബ്രെഡ് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ. ഇനി അടുത്ത ബ്രെഡും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. ഫില്ലിങ്ങിനനുസരിച്ച് കട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് അധികം തന്നെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിത് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നിന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് മൈദൻ്റെ മിക്സും കൂടെ വേണം. അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദയും കുറച്ച് വെള്ളം കൂടെ നല്ല കട്ടിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മൈദ എടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇനി ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ 2 പീസ് ബ്രെഡാണ് ആവശ്യമുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നിലേക്ക് 2 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് അത്യാവശ്യം തന്നെ വെക്കണം, എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ.
ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ചെടുക്കുക. ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്താലും മതിയാകും. ചെറിയ പീസ് മാത്രം മതിയാകും. ഇനി മറ്റേ ബ്രെഡിന് സൈഡിലൂടെ ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മൈദയും വെള്ളം കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടിയിട്ട് വന്നോളൂ കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിയിട്ട് കിട്ടും. മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് അവിടെ തന്നെ വിട്ടിട്ട് വരുമൊന്നുമില്ല, അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ അങ്ങ് ചെയ്തിട്ടെടുക്കാം. ഇതാ എല്ലതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമായിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുള്ളതാണ്. ഇനി ഒരു സ്നാക്സ് എടുക്കുക. ഈ ഒരു മുട്ടനെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ഒത്തിരി അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു ബ്രെഡിൻ്റെ ഫില്ലിംഗ് ആവും കൂടുതലായിട്ട് ഉണ്ടാകുക. ഇതുപോലെ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലതും ഇതിന് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. ഇനി എല്ലതും ഇതേ രീതിയിൽ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് ഇതാ എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോ സ്നാക്സും എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഉള്ളിലുള്ളതൊക്കെ കുക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം മുരിച്ചെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു രീതിയിൽ നല്ല പോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ പിന്നെ അങ്ങ് കോരി മാറ്റുക. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ ഒരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുക. അധികം എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പിസ്സ കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റ് കൂടിയാണിത്. പിന്നെ പിസ്സ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്